ഞാൻ അങ്ങകലെ സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ സ്വന്തം അർജുൻ. ഞാൻ ഗംഗാവലിപ്പുഴയിൽ നിന്നും ജീവനോടെ തിരിച്ചു വരാൻ വേണ്ടി ജീവൻ വിറ്റവർക്കും പ്രാർത്ഥിച്ചവർക്കും ആദ്യം തന്നെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന എത്തും മുമ്പേ എൻ്റെ ഹൃദയം എന്നേക്കുമായി നിലച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഞാൻ എല്ലാം ഇവിടെ നിന്നും കാണുന്നുണ്ട്. എനിക്കറിയാമായിരുന്നു എന്നെ എൻ്റെ നാട് കൈവിടില്ല എന്ന്. ഇരുട്ടി നിറഞ്ഞ ഗംഗാവലിപ്പുഴക്കടിയിൽ കൊത്തിവലിക്കുന്ന മീനുകളുടെ കൂടെ ഞാൻ ദിവസങ്ങൾ എണ്ണി എണ്ണി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. നിങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും എൻ്റെ അരികിലോട്ട് അടുത്തടുത്ത് വരുമ്പോൾ പുറത്തോട്ട് വരാൻ വേണ്ടി ഞാൻ തിടുക്കം കാണിച്ചിരുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് എത്താൻ വൈകിയാലുണ്ടാകുന്ന എൻ്റെയും അമ്മയുടെയും വേദന എന്നെ അസ്വസ്ഥനാക്കിയിരുന്നു. അങ്ങനെ അവരെ കാണാനുള്ള കാത്തിരിപ്പ് ദിവസങ്ങളോളം കടന്നുപോയി. ഇനി എൻ്റെ ജീവിതം ഇവിടെ തന്നെ എന്ന് ഇടയ്ക്ക് എന്നെ ആരോ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോഴാണ് വയനാട്ടിലെ നമ്മുടെ കൂടപ്പിറപ്പുകൾ മണ്ണിനടിയിൽ അകപ്പെട്ടത്. ഞാനും അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വയനാട്ടിലെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി എന്നെ തനിച്ചാക്കി എല്ലാവരും പോയെങ്കിലും എനിക്കറിയാമായിരുന്നു എന്നെ ഗംഗാവലിപ്പുഴയ്ക്ക് നിങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന്. ഒടുവിൽ നിങ്ങൾ എന്നെ പുറത്തെടുത്തു. സാധാരണക്കാരനായ എന്നെ പുറത്തെടുത്തപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും വരുന്ന സന്തോഷ കണ്ണീരുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഒരു രാജപദവിയോടെയാണ് ഗംഗാവലിപ്പുഴയിൽ നിന്നും ഈ സമൂഹം എന്നെ സ്വീകരിച്ചത്. പക്ഷേ നീണ്ട 71 ദിവസം ഞാൻ ആ ചതഞ്ഞറിഞ്ഞ ലോറിക്കുള്ളിലെ വേദനയേക്കാൾ 10 മടങ്ങ് വേദനയാണ് നിങ്ങളെന്നെ പുറത്തെടുത്തതിന് ശേഷം എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും അവസാനമായൊന്ന് കാണാൻ ആഗ്രഹിച്ച് കാത്തിരുന്നിട്ടുണ്ടെങ്കിലും എന്നെ പുഴയിൽ നിന്നും പുറത്തെടുക്കേണ്ടിയില്ലായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. എനിക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിച്ചവർ എനിക്ക് വേണ്ടി തന്നെ ചേരി തിരിഞ്ഞ് തമ്മിലടിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ നീറ്റലിന് ഒരു ക്ഷമനമുണ്ട്. എന്നെ പോറ്റി വളർത്തിയ കുടുംബവും 8 വർഷത്തോളം എന്നെയും എൻ്റെ കുടുംബത്തെയും നോക്കി വളർത്തിയ മനാഫിക്കായും ഒന്നിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാനിവിടെ കാത്തിരുന്നത്. ഗംഗാവലിപ്പുഴയിൽ നിന്നെടുത്ത് ഈ സമയം വരെ എൻ്റെ കർമ്മം പൂർത്തിയായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സമാധാനം തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടി ജാതി മത ഭേദ വർണ്ണ ലിംഗമന്യേ ഒന്നിച്ച് ആ സൗഹൃദ ബന്ധം ഇനിയൊരു അർജുന് വേണ്ടിയും ഉണ്ടാവണമെന്ന് ഞാൻ ഉള്ളിൽ നിന്നും ആഗ്രഹിക്കാണ് എന്ന് നിങ്ങളുടെ സ്വന്തം അർജുൻ.